ഇനിയാലേ നമ്മുടെ സിംസിനെ പറ്റി നീ എങ്ങനെ അറിഞ്ഞു? സിംസ് എങ്ങനെ എത്തി ഇവിടെ? സിംസിന്റെ വെച്ചാല് ഞാൻ ഇപ്പോ മലപ്പുറത്താണ് എന്റെ വീട്. അവിടെ കൊടുള്ളി ദർസ് പഠിക്കാണ്, ഹോസ്റ്റലിൽ പഠിക്കാണ്. അവിടെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞാണ് അങ്ങനെ അങ്ങോട്ട് വന്ന്. ഇവിടെ വന്നപ്പോ ഓവർ ഫീസ് ഇല്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ പഠിക്കാൻ തരും. അങ്ങനെ പരിചയപ്പെട്ടപ്പോ ഇങ്ങോട്ട് ക്ലാസ്സിന് വന്നതാണ്. പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം. ഈ ഫ്രണ്ട് ഇവിടെ പഠിച്ചാണോ മുമ്പ്? ഫ്രണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ട് വർക്കൊക്കെ ചെയ്യലുണ്ട്. ഹോസ്റ്റലിൽ പഠിക്കായതുകൊണ്ട് പണിക്കുവാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഹോസ്റ്റലിലുള്ള കുട്ടികളെ ഫോണിന്റെ വർക്കൊക്കെ എല്ലാം ഇവൻ ചെയ്യലുണ്ട്. ഇനിയിപ്പോ എത്ര മാസമായി? ഞാനിപ്പോ ഇത് 6ാമത്തെ മാസമാണ്, തീരാനായി. അപ്പൊ അത്യാവശ്യം അതിനിടയ്ക്ക് വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യലുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഓണില്ലാത്ത ടൈമില് ദർശനത്തെ കുട്ടികളെ ഫോണൊക്കെ എന്റെ കയ്യിലാ തരല്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഡിസ്പ്ലേ മാറ്റൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചങ്ങായിമാരതൊക്കെ അങ്ങനെ തരലുണ്ട്. അപ്പൊ കുറച്ചൊക്കെ അങ്ങനെ വർക്കൊക്കെ അത്യാവശ്യം ചെയ്യും. അത്യാവശ്യം ഒരു വട്ടത്തിൽ പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. വർക്ക് വരുവാണെങ്കിൽ എന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉറപ്പായി. ടച്ച് ഡിസ്പ്ലേന്റെ വർക്കൊക്കെ ചെയ്യുന്നു പറഞ്ഞു. ഇനി അടുത്തൊരു ലെവല് സർവീസിന്റെ എന്താന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ട്. ഇപ്പൊ IC വർക്കാണ്, ചിപ്പ് ലെവല്. IC വർക്ക് എന്തായാലും പഠിക്കണം. കാരണം ഇപ്പൊ നമ്മള് എന്തൊരു പ്രശ്നം കൊണ്ടുവന്നാലും അതിപ്പോ ഡിസ്പ്ലേ ആയാലും ടച്ച് ആയാലും അയിമന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ IC കമ്പോണൻസിമൊക്കെ അതിന്റെ ഇത് പോവാം. അപ്പൊ എന്ത് പ്രശ്നമാണെങ്കിലും IC-മൊക്കെ പോകും. സാധ്യതയുണ്ട്, IC സർക്യൂട്ടിനൊക്കെ സാധ്യതയുണ്ട്. നമ്മളെ വെറും ടച്ച് ഡിസ്പ്ലേ മാത്രം മാറ്റി അതുകൊണ്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇപ്പൊ ചില ഫോണൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നാല് നമ്മളിപ്പോ ഡിസ്പ്ലേ മാറ്റിയാലും ചിലപ്പോ വർക്ക് ചെയ്യൂല. അങ്ങനെ ആകുമ്പോ അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് IC-മൊക്കെ ആരം വരിക, ബാക്കി പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അല്ലപ്പോ ഒരു ഫോൺ പൂർണ്ണമായിട്ട് നമുക്ക് നന്നാക്കാൻ കഴിയുള്ളൂ. നമുക്ക് അത് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ടച്ച് ഡിസ്പ്ലേ മാത്രം മാറ്റിയാൽ പോരാന്നില്ല. അതിൽ ആ ടച്ച് ഡിസ്പ്ലേ മാറ്റി നോക്കിയിട്ട് റെഡി ആവാത്ത കേസ് വന്നാലും സർക്യൂട്ട് ഡയഗ്രത്തിന് അല്ലെങ്കിൽ സർക്യൂട്ട് റേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്.